നമസ്കാരം. ഇന്ന് നമ്മൾ ഇന്ത്യൻ സിവിൽ നടപടി നിയമസംഹിതയിലേക്ക്, അതായത് CPC-യിലെ സെക്ഷൻ 2-ലേക്ക് ഒന്നിറങ്ങിച്ചെല്ലുകയാണ്. അവിടെ കുറച്ചു നിയമപരമായ വാക്കുകളുണ്ട്. അതിന്റെ അർത്ഥം പിടികിട്ടിയാൽ ഈ സിവിൽ കേസുകളൊക്കെ മനസ്സിലാക്കാൻ കുറച്ചുകൂടി എളുപ്പമാവും. ശരിയാണ്. ഇത് വെറും വാക്കുകളല്ല, സിവിൽ നിയമത്തിന്റെ ഒരു ബ്ലൂ പ്രിന്റ് പോലെയാണ്. ഓരോ വാക്കിനും അതിൻ്റെതായ ഒരു വെയിറ്റുണ്ട്. നമ്മുടെ കയ്യിലുള്ള ലേഖനവും ഇതിനെക്കുറിച്ചാണല്ലോ. അപ്പം നമുക്കതൊന്ന് വിശദമായി നോക്കിയാലോ? തീർച്ചയായും. ഈ നിർവചനങ്ങൾ ശരിക്കും നിയമവ്യവസ്ഥയുടെ ഒരു ആണിക്കല്ല് തന്നെയാണ്. ഇത് കൃത്യമായി മനസ്സിലാക്കിയാലേ മുന്നോട്ടു പോകാൻ പറ്റൂ. അപ്പോ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നിൽ തുടങ്ങാമല്ലേ? ഡിക്രി. സെക്ഷൻ 2-2. എന്താണ് ശരിക്കും ഈ ഡിക്രി? ഡിക്രി എന്ന് പറഞ്ഞാൽ ഒരു സിവിൽ കേസിൽ പല തർക്കങ്ങൾ കാണുമല്ലോ. അതിലൊന്നോ അതിലധികമോ കാര്യങ്ങളിൽ കോടതി ഒരു ഫൈനൽ തീരുമാനമെടുക്കുന്നു. കക്ഷികളുടെ അവകാശങ്ങൾ എന്താണെന്ന് ഉറപ്പിച്ചു പറയുന്നു. അതിന്റെ ഒരു ഫോർമൽ എക്സ്പ്രഷൻ, അതാണ് ഡിക്രി. ഇത് കേസിലെ പ്രധാന വിഷയത്തിലാണ്, അല്ലാതെ വെറും പ്രൊസീജറൽ ഓർഡർ അല്ല. ഓ, അപ്പോ ഒരു വിഷയത്തിൽ കോടതിയുടെ അവസാന വാക്ക്, അങ്ങനെ പറയാമല്ലേ? ഏകദേശം അതെ, ആ പ്രത്യേക വിഷയത്തിൽ. എന്നാൽ ഈ പ്രാഥമിക ഡിക്രി, അന്തിമ ഡിക്രി എന്നൊക്കെ കേൾക്കാറുണ്ടല്ലോ, അതെന്താണ്? നല്ല പോയിന്റ്. ചില കേസുകളിൽ മുഴുവൻ തീർപ്പാക്കുന്നതിന് മുൻപ് ചില പ്രധാന അവകാശങ്ങൾ അങ്ങ് തീരുമാനിക്കേണ്ടി വരും. അതാണ് പ്രാഥമിക ഡിക്രി. ഒരു ഉദാഹരണം പറയാമോ? പറയാം. ഒരു ഭാഗം വെപ്പ് കേസാണെന്ന് വെക്കുക. ആദ്യം ആർക്കൊക്കെ എത്ര ഷെയറുണ്ട് എന്ന് കോടതി തീരുമാനിക്കും. അതൊരു പ്രാഥമിക ഡിക്രി. ശരി. പിന്നെ ആ ഷെയർ വെച്ച് സ്ഥലം എങ്ങനെ അളന്നു മുറിക്കണം എന്നത് പിന്നീട് തീരുമാനിക്കും. അത് അന്തിമ ഡിഗ്രിയിൽ വരും. ഓക്കെ. അപ്പോ ചിലപ്പോൾ രണ്ടും ഒന്നിച്ചു വരുമോ? വരാം. ചില ഡിക്രികൾ ഭാഗികമായി പ്രാഥമികവും ഭാഗികമായി അന്തിമവും ആകാം. അങ്ങനെയും സാധ്യതയുണ്ട്. മനസ്സിലായി. എന്നാലിപ്പോ എല്ലാ കോടതി തീരുമാനങ്ങളും ഡിക്രി അല്ല എന്ന് പറഞ്ഞല്ലോ. അപ്പോ ഈ ഉത്തരവ്, അതായത് ഓർഡർ, സെക്ഷൻ 2(14) പറയുന്നത് അത് എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു? അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഡിക്രി എന്ന് പറയുന്നത് കേസിലെ പ്രധാന അവകാശങ്ങളെ അന്തിമമായി തീരുമാനിക്കുന്നതാണ്. എന്നാൽ ഉത്തരവ് അങ്ങനെയല്ല. ഉത്തരവും കോടതിയുടെ തീരുമാനം തന്നെ, പക്ഷെ അത് മിക്കവാറും നടപടിക്രമങ്ങളുമായി ബന്ധപ്പെട്ടതായിരിക്കും, പ്രൊസീജറൽ കാര്യങ്ങൾ. ഉദാഹരണത്തിന് ഇപ്പോ കേസ് മറ്റൊരു ദിവസത്തേക്ക് മാറ്റുന്നത്, അല്ലെങ്കിൽ ഒരു താൽക്കാലിക ഇഞ്ചക്ഷൻ ഓർഡർ കൊടുക്കുന്നത്, അതൊക്കെ ഉത്തരവുകളാണ്. അതൊന്നും അവകാശങ്ങളെ സ്ഥിരമായി നിർണ്ണയിക്കുന്നില്ല. ഈ വ്യത്യാസം നമ്മൾ എന്തിനാണ് അറിയുന്നത്? സാധാരണക്കാർക്ക് ഇത് പ്രയോജനപ്പെടുവോ? തീർച്ചയായും. കാരണം എന്താന്ന് വെച്ചാൽ, ഒരു ഡിക്രിക്കെതിരെ അപ്പീൽ പോകാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം അത് നിങ്ങളുടെ അവകാശങ്ങളെ ഫൈനലായിട്ട് ബാധിക്കുന്നുണ്ടല്ലോ. ശരിയാണ്. എന്നാൽ എല്ലാ ഉത്തരവുകൾക്കെതിരെയും അപ്പീൽ പോകാൻ പറ്റില്ല. നിയമത്തിൽ പറയുന്ന ചില പ്രത്യേക ഉത്തരവുകൾക്കെതിരെ മാത്രമേ അപ്പീൽ പറ്റൂ. അപ്പോൾ കയ്യിലുള്ളത് ഡിക്രിയാണോ ഉത്തരവാണോ എന്ന് മനസ്സിലാക്കുന്നത് നിങ്ങളുടെ അടുത്ത സ്റ്റെപ്പിന് വളരെ പ്രധാനമാണ്. കൊള്ളാം. ഇനി ഡിക്രിയുമായി ബന്ധപ്പെട്ട വേറെ 2 വാക്കുകൾ കണ്ടു. ഡിക്രി ഹോൾഡർ, വിധി കടക്കാരൻ. അത് ലളിതമായിരിക്കുമല്ലോ അല്ലേ? അതെ, വളരെ സിമ്പിൾ. ആർക്കാണോ അനുകൂലമായി ഡിക്രി കിട്ടിയത് അയാൾ ഡിക്രി ഹോൾഡർ. ഓക്കെ. ആർക്കെതിരെയാണോ ആ ഡിക്രി നടപ്പാക്കേണ്ടത് അയാളാണ് വിധി കടക്കാരൻ, ജഡ്ജ്മെന്റ് ഡെറ്റർ. ശരി. അപ്പോൾ ഡിക്രിയും ഉത്തരവും കോടതിയുടെ തീരുമാനങ്ങൾ. ഇനി വിധി അഥവാ ജഡ്ജ്മെന്റ്, സെക്ഷൻ 2(9), അതെന്താണ്? വിധി എന്ന് പറയുന്നത് ഈ ഡിക്രിയുടെയോ ഉത്തരവിന്റെയോ പുറകിലുള്ള ഒരു സ്റ്റേറ്റ്മെന്റാണ്. കോടതി എന്ത് കാരണം കൊണ്ടാണ് ഇങ്ങനൊരു തീരുമാനത്തിലെത്തിയതെന്ന് വിശദീകരിക്കുന്നത്. കാരണങ്ങൾ. അതെ. അതിൽ കേസിന്റെ ചുരുക്കം, തീരുമാനിക്കേണ്ട ചോദ്യങ്ങൾ എന്തൊക്കെയായിരുന്നു, ഓരോന്നിലും കോടതി എന്ത് കണ്ടെത്തി, അതിന്റെ കാരണം എന്താണ് എന്നൊക്കെ വിശദമായി ഉണ്ടാകും. ഡിക്രി എന്ത് എന്ന് പറയുമ്പോൾ വിധി എന്തുകൊണ്ട് എന്ന് വ്യക്തമാക്കുന്നു. ഇത് ആ കോടതി നടപടികളുടെ ഒരു സുതാര്യതയ്ക്ക് വേണ്ടിയാണല്ലേ? കൃത്യമായി. ട്രാൻസ്പറൻസിക്ക് അത് അത്യാവശ്യമാണ്. ഇനിയിപ്പോ കേസിങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു കക്ഷി മരിച്ചുപോയാല് അപ്പോ കേസ് നിന്നു പോവുമോ? ഇല്ല. അവിടെയാണ് നിയമപരമായ പ്രതിനിധി അഥവാ ലീഗൽ റെപ്രസെന്റേറ്റീവ്, സെക്ഷൻ 2/11-ന്റെ റോള് വരുന്നത്. അതാരാണ്? മരിച്ചയാളുടെ എസ്റ്റേറ്റിനെ, അതായത് സ്വത്തുവകകളെയും ബാധ്യതകളെയും നിയമപരമായി പ്രതിനിധീകരിക്കുന്ന ആളാണ് നിയമപരമായ പ്രതിനിധി. സാധാരണയായി അനന്തരാവകാശികളാകാം, അല്ലെങ്കിൽ എസ്റ്റേറ്റ് മാനേജ് ചെയ്യുന്ന ആരെങ്കിലുമാകാം. അപ്പൊ കേസ് തുടരാൻ പറ്റും? അതെ. മരിച്ചയാളുടെ സ്ഥാനത്ത് ഈ നിയമപരമായ പ്രതിനിധി കക്ഷിയായിട്ട് കേസ് മുന്നോട്ട് കൊണ്ടുപോകാം. കൊള്ളാം. ഇനി അവസാനമായിട്ട് ഒരു വാക്കുകൂടി.
ഇടക്കാല ലാഭം, മെയിൻസിൽ പ്രോഫിറ്റ്സ്, സെക്ഷൻ 212. കേട്ടിട്ടൊരു ഇൻട്രസ്റ്റിംഗ് ആയി തോന്നുന്നു. എന്താണിത്? ഹാ അതെ. മെയിൻസിൽ പ്രോഫിറ്റ്സ് എന്ന് വെച്ചാൽ ഒരാളുടെ പ്രോപ്പർട്ടി മറ്റൊരാൾ നിയമവിരുദ്ധമായി കൈവശം വെച്ചു എന്ന് കരുതുക. ആ കാലയളവിൽ ആ പ്രോപ്പർട്ടിയിൽ നിന്ന് അയാൾക്കൊരു വരുമാനം കിട്ടിയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ യഥാർത്ഥ ഉടമയ്ക്ക് ആ വരുമാനം നഷ്ടപ്പെട്ടിട്ടുണ്ടാവാം. ശരി. ആ നഷ്ടപ്പെട്ട ലാഭത്തിനുള്ള കോമ്പൻസേഷനാണ് ഈ ഇടക്കാല ലാഭം. അതായത് തെറ്റായി കൈവശം വെച്ച കാലയളവിൽ ആ വസ്തുവിൽ നിന്ന് സാധാരണഗതിയിൽ എന്തു വരുമാനം കിട്ടുമായിരുന്നോ അതാണ് കണക്കാക്കുന്നത്. ഓ, അപ്പോ അന്യായമായി കൈവശം വെച്ചതിനുള്ള ഒരു നഷ്ടപരിഹാരം. അതെ. അതിൽ പലിശയും സാധാരണയായി ഉൾപ്പെടുത്താറുണ്ട്. ഇതൊരു സിവിൽ റെമഡിയാണ്. അപ്പോ നമ്മൾ ഇന്ന് ചർച്ച ചെയ്ത ഈ വാക്കുകൾ ഡിക്രി, ഉത്തരവ്, വിധി, നിയമപരമായ പ്രതിനിധി, ഇടക്കാല ലാഭം, ഇവയെല്ലാം സിവിൽ കേസുകളുടെ ഓരോ ഘട്ടത്തിലും വളരെ പ്രധാനപ്പെട്ടതാണ്, അല്ലേ? അതെ, വളരെ പ്രധാനം. ഇവ ഓരോന്നും എന്തിനെയാണ് സൂചിപ്പിക്കുന്നതെന്ന് മനസ്സിലാക്കുന്നത് അത് കോടതിയുടെ പ്രവർത്തന രീതിയും നമ്മുടെ അവകാശങ്ങളുമൊക്കെ അറിയാൻ സഹായിക്കും. ഇത് ശരിക്കും ആ നിയമ നടപടികൾക്കൊരു ഘടനയും വ്യക്തതയും നൽകുന്നു. അതെ, പ്രത്യേകിച്ച് ആ ഡിക്രിയും ഉത്തരവും തമ്മിലുള്ള വ്യത്യാസം അതറിഞ്ഞാൽ തന്നെ അപ്പീൽ കൊടുക്കണോ, എന്ത് ചെയ്യണം എന്നൊക്കെ തീരുമാനിക്കാൻ പറ്റും. ഇത് നീതിയുടെ നടത്തിപ്പിലൊരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. അപ്പോ സിവിൽ നടപടി നിയമത്തിലെ ഈ അടിസ്ഥാന നിർവചനങ്ങൾ ഒരു സിവിൽ കേസിനെ മനസ്സിലാക്കാനുള്ള ഒരു താക്കോല് തന്നെയാണെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ കിട്ടിക്കാണും. തീർച്ചയായും. ഇനി നിങ്ങളൊരു കാര്യം ആലോചിച്ചു നോക്കൂ. നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു സിവിൽ കേസിന്റെ ഭാഗമായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെയൊരു സാഹചര്യം വന്നാൽ, ഒരു കോടതി തീരുമാനം ഡിക്രിയാണോ അതോ വെറും ഉത്തരവാണോ എന്ന് തിരിച്ചറിയുന്നത് നിങ്ങളുടെ കേസിന്റെ മുന്നോട്ടുള്ള പോക്കിനെയും അപ്പീൽ ചെയ്യാനുള്ള സാധ്യതയുമൊക്കെ എങ്ങനെയായിരിക്കും സ്വാധീനിക്കുക? അതൊരു നല്ല ചിന്തയാണ്. കോടതി തീരുമാനങ്ങളുടെ ആ ഒരു അന്തിമ സ്വഭാവത്തെക്കുറിച്ച് ചിന്തിക്കാൻ ഇതൊരു നല്ല പോയിന്റാണ്. അതെ. ഇന്നത്തെ ഈയൊരു വിശകലനം നമുക്കിവിടെ നിർത്താം. നന്ദി.